ഹലോ ഹായ് നമസ്കാരം. ഞാൻ വിനോദ് വേണുഗോപാൽ. കേട്ടറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ബയോളജിയുമായി ബന്ധപ്പെട്ട ചില സെക്ഷനിലേക്കാണ് നമ്മൾ കയറി വരാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മസിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ നമുക്ക് അസ്ഥികളിലേക്ക് വരാം. തലയോട്ടിയിൽ കീഴ്ത്താടിയലിൽ മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമ്മുടെ തലയോട് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളൂ എന്നിവിടെ പറയപ്പെടുന്നുണ്ട്. ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടി എല്ലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായ എല്ല് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ മരക്ക് ഇടി കൊണ്ടാൽ നമ്മളപ്പോൾ വീഴും, കാരണം ഇത് കണക്ട് ചെയ്യുന്ന ചെവിയുടെ ഭാഗത്തേക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ്. ഇതിന് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ചെവിക്കുള്ളിലെ സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്ന അസ്ഥിയാണ്. ജനിക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 300 എല്ലുകൾ ഉണ്ടാവും. എന്നാൽ പ്രായപൂർത്തി ചെയ്യുമ്പോൾ പല എല്ലുകളും ഫ്യൂസ് ആയിക്കൊണ്ട് നമ്മൾ ഒട്ടിച്ചേർന്ന് കൊണ്ട് 206 അസ്ഥികളായി മാറും. ഇനി നമുക്ക് ശരീരത്തിലെ എല്ലുകളിലേക്ക്, അതിൻ്റെ എണ്ണത്തിലേക്ക് ഒന്ന് കയറി വരാം. തലയോടിനകത്ത് 22, ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ തലയ്ക്കകത്ത് 29 മാറും. അങ്ങനെ ചെവിക്കകത്തുള്ളതും ഹായോയിഡും ഇൻക്ലൂഡ് ചെയ്യാം. വാരിയെല്ലുകൾ 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടെല്ല് 33, ദെൻ ഓരോ കയ്യിലും 32, ദെൻ മാറലിനകത്ത് 1. ഇനി മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഈ സ്രാവൊക്കെ ഉണ്ടല്ലോ, സ്രാവത്തിന് ചില ചിക്കൻ്റെ ഒക്കെ ഇറച്ചി നമ്മൾ വായിലിട്ട് കടിച്ച് ചവയ്ക്കാറുണ്ട്, പൊടിക്കാറുണ്ടല്ലേ, അത് ഈ തരുണാസ്ഥികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ മൂക്കിനകത്ത് ചെവിക്കകത്ത് കാണപ്പെടുന്ന തരുണാസ്ഥികളാണ്. ദെൻ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ഫോസ്ഫേറ്റുകളാണ്. നമ്മുടെ എല്ലാ അസ്ഥിക്ക് അത്രയും ശക്തിയായി പവർ കൊടുക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റുകളാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പുറമെ നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥികളെയാണ് ജോയിൻറ്റുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അസ്ഥികൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന അസ്ഥികളെയാണ് ജോയിൻറ്റുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് സന്ധികൾ നോക്കാം അല്ലേ. ഒന്ന് സന്ധി ഗോളര സന്ധിയാണ്. നമ്മൾ ഇടുപ്പിലൊക്കെയാണ് ഈ പറഞ്ഞ ഗോളര സന്ധി എന്ന് പറയപ്പെടുന്നത്. ഇടുപ്പല്, തോളല് ഇതൊക്കെ ഗോളര സന്ധിയാണ്. ദെൻ ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം, ഇപ്പം ഫുൾ റൊട്ടേഷനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗോളര സന്ധിയാണ്. ദെൻ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗവും മറ്റൊരു ഭാഗത്തിൻ്റെ കുഴിയൊക്കെ ചേർന്ന്, അത് ഇങ്ങനെ ഒരു ഇതിൽ കൊടുത്തില്ലേ, ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് കൊടുത്തില്ലേ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തതിലേക്ക് വരുന്നത് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ടൊക്കെ ഒരു വിജാഗിരി പോലെ ഒരു ആംഗിളിൽ മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സന്ധികളെയാണ് വിജാഗിരി സന്ധി എന്ന് പറയപ്പെടുന്നത്. അടുത്തത് കീലസന്ധി എന്ന് പറയപ്പെടുന്നത്. കഴുത്ത്, അതുപോലെ തന്നെ നമ്മുടെ നട്ടിലിൻ്റെ മുകൾ ഭാഗം, ഇതൊക്കെ ചേരുന്ന ഭാഗമാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന അസ്ഥികളെയാണ് പ്രധാനം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക റൊട്ടേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സിംഗിൾ റൊട്ടേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാണ് കീലസന്ധി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കഴുത്തോ കീലസന്ധിക്ക് എക്സാമ്പിളാണ്. ഇനി അസ്ഥിഭംഗവും പ്രഥമ ശുശ്രൂഷയും നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അസ്ഥി ഒടിയുന്നതിനെ അസ്ഥിഭംഗം എന്നും അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിന് അടിസ്ഥാന ഭ്രംശം എന്നും പറയപ്പെടുന്നു. അത് നശിച്ചു പോകുന്നു എന്ന് പറയപ്പെടുന്നു. ഇനി അസ്ഥിഭ്രംശം ഉണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ഒടിഞ്ഞ അസ്ഥികൾ ഇളകാതിരിക്കാൻ നമ്മൾ സ്പ്രിൻ്റെ അല്ലെങ്കിൽ സ്പ്രിൻ്റ് ഉപയോഗിച്ച് കെട്ടുക എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അസ്ഥി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അത് അറിയണം. ഇപ്പോൾ ഒരു എക്സ്റേ എടുത്താൽ അറിയണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, വൈദ്യന്മാർ തൊട്ട് നോക്കിയിട്ട് അത് ഒരൊറ്റ വലിയ, പിന്നെ ഒരു പൊട്ട് 3 പൊട്ടൊക്കെയായി മാറും. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവിടെ കെട്ടി അത് വളരെ ടഫാക്കി വെക്കാം. അതിൻ്റെ അത് കെട്ടി വെക്കുക എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് സ്പ്ലിൻറ്റിനും അതുപോലെ സ്പ്ലിൻറ്റിക്കും പ്ലാസ്റ്റിക്, ലോഹം എന്നിവയെങ്കിലും കൊണ്ട് നിർമ്മിച്ചായിരിക്കണം ഉറപ്പുള്ളത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക്കോ ലോഹം കൊണ്ടോ എന്നൊക്കെ നിർമ്മിച്ചായിരിക്കണം. കാരണം അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിരുന്നു, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അസ്ഥി എന്നൊരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്തതായിരുന്നു നമ്മുടെ അഗ്രികൾച്ചറിലേക്ക് കയറി വരാം. അപ്പോൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഇവിടെ തുടങ്ങി. നമ്മൾ നേരെ നെക്സ്റ്റ് കയറാൻ പോകുന്നത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതിലൊന്നായിരുന്നു വർഗ്ഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായുള്ള ചെടികൾ തമ്മിലുള്ള കൃത്രിമമായുള്ള പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വർഗ്ഗസങ്കരണം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായുള്ള ചെടികൾ തമ്മിൽ കൃത്രിമമായി പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ തെങ്ങിൻ്റെ ചില സങ്കര ഇനങ്ങൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഒന്ന് ചന്ദ്രലക്ഷ, അത് 2 വർഗ്ഗ മിക്സേഴ്സാണ്. അതായത് ഒന്ന് ലക്ഷദ്വീപ് ഓർഡിനേറ്റീം അതുപോലെ ചാവക്കാട് ഓറഞ്ചും മിക്സ് ചെയ്തതാണ് ചന്ദ്രലക്ഷ. ഇതിനടുത്തത് ചന്ദ്രശങ്കരയുണ്ട്, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർത്താണ് ചന്ദ്രശങ്കര. ഇനി ലക്ഷഗംഗയുണ്ട്, ലക്ഷദ്വീപ് ഓർഡിനറി അതുപോലെ തന്നെ ഗംഗാ ബോണ്ടോണി ചേർത്ത സാധനമാണ് ലക്ഷഗംഗ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനൊക്കെയാണ് പ്രധാനമായിട്ട് വർഗ്ഗസങ്കരണം എന്ന് പറയപ്പെടുന്നത്. ഇനി നെല്ലിലെ നമുക്ക് നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിലെ ലോല,
മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക, പച്ചമുളകിലെ ഉജ്ജ്വല ജാലാമുഖി അനുഗ്രഹ, വെണ്ടയിലെ കിരൺ, അർക്ക അനാമിക സൽകീർത്തി, വഴുതനയിലെ സൂര്യ ശ്വേത ഹരിത നീലിമ, തക്കാളിയിലെ മുക്തി അനഘ അക്ഷയ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ശ്വേത തരിക അല്ലെങ്കിൽ സൂര്യ തന്നിട്ട് അത് ഏത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചോദിക്കുക, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അത്രയും ഉണ്ടാവുള്ളൂ എന്ന് ചോദ്യം വരിക. ദെൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക എന്നും പറയപ്പെടുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഹൈബ്രിഡ് വെറൈറ്റികളാണ്. അടുത്തത് വിള പരിയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു കൃഷി ചെയ്യുന്നതിനെയാണ് വിള പരിയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയപ്പെടുന്നത്. ഇടവേളയിൽ നെൽപ്പാത്തി, പയർ, അതുപോലെ തന്നെ നമ്മുടെ ഉലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറഞ്ഞ വിള പരിയത്തിൻ്റെ ഉദാഹരണമാണ്. അടുത്തത് നൈട്രജൻ ഫിക്സേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത് മഴയിലൂടെ ഭൂമിയിലേക്ക് എത്തും. ഇവ പയർച്ചെടി, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങൾ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വേരിൽ സംഭരിച്ചു വയ്ക്കും. അങ്ങനത്തെ ഈ അന്തരീക്ഷ നൈട്രജനെ ഈ വേരുകൾ മണ്ണിലേക്ക് എത്തുമ്പോൾ സംഭരിച്ച് എടുത്തു വെക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷികൾ മണ്ണിൽ വന്ന് ചേരുന്നു. അതായത് ഇത് മണ്ണിനോടും ആഡ് ആവും. എന്നിട്ട് എന്താ വെച്ചാൽ ഇത് മറ്റു സസ്യങ്ങൾ വലിച്ചെടുക്കും. ഇതിനെയാണ് പ്രധാനമായിട്ട് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അടുത്ത കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങൾ മുളച്ചുണ്ടാവുന്ന പ്രോസസ്സിനെയാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയപ്പെടുന്നത്. പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിലെ ഒന്നായിരുന്നു ലെയറിംഗ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ആ പടത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അതായത് ബ്രാഞ്ച് ഇങ്ങനെ വളഞ്ഞു വന്ന് അത് മണ്ണിലേക്ക് മുട്ടിച്ച് അവിടെ വെച്ച് വേരും മറ്റു കാര്യങ്ങളും വരുന്നതിനെയാണ് പ്രധാനമായിട്ടും ലെയറിംഗ് അഥവാ പതിവെക്കൽ എന്ന് പറയപ്പെടുന്നത്. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട തുടങ്ങിയ ഈ ലെയറിംഗ് നടത്താൻ അഥവാ പതിവെക്കൽ നടത്താൻ സാധിക്കും. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ ആയുർദൈർഘ്യത്തെ പതിവെച്ച ചെടികൾക്ക് ഉണ്ടാകില്ല. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെടികൾക്ക് സാധാരണ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളുടെ അത്രയും ദൈർഘ്യം കിട്ടില്ല. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ പതിവെക്കലിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് കൊമ്പ് ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നു. ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഒരു മദർ സ്റ്റെമ്മിലേക്ക്, ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്കിലേക്ക് ഒരു സെലക്ഷൻ കൊണ്ടുവച്ച് ഇറക്കി വെച്ചത് ഒട്ടിക്കുക. ഇതിനെയാണ് പ്രധാനമായിട്ടും ഗ്രാഫ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നത്. ഒരേ വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യത്തിന് ഉണ്ടാക്കുന്നതാണ് കൊമ്പ് ഒട്ടിക്കൽ എന്ന് പറയപ്പെടുന്നത്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡമെന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ അഥവാ ഒട്ടുകമ്പ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എടുക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കമ്പിനെ സ്റ്റോക്ക് എന്നും എന്നാൽ ഒട്ടിക്കുന്നതിനെ സയൻ എന്നുമാണ് വിളിക്കുന്നത്. ഇനി അടുത്തായിരുന്നു ബഡ്ഡിങ് എന്ന് പറയപ്പെടുന്നത്. അവിടെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അവിടുന്ന് ഒരു ചെറിയ മുകുളം എടുത്തിട്ട് ആ മുകുളത്തിന് പകരം മറ്റൊരു നല്ലൊരു ചെടിയുടെ മുകുളം കൊണ്ടുവയ്ക്കുക. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്നതിനെയാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് എന്ന് പറയപ്പെടുന്നത്. ഒരു ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാൻ ഈ ഒരു പ്രയോഗ രീതി സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചെമ്പരത്തിയിലേക്കാണ് പ്രധാനമായിട്ടും ഈ മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് സാധിക്കാറുള്ളത്. അടുത്തത് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ ചെടിയുടെ വളർത്തിയെടുത്ത് പുതിയ കോശ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഏതെങ്കിലും ഒരു ചെടി കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ചെടികൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അതിനെ ടിഷ്യൂ കൾച്ചർ എന്ന് പറയപ്പെടുന്നു. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ അത് ഈ പറഞ്ഞിരിക്കുന്ന ടിഷ്യൂ കൾച്ചറോട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. വാഴ, കുരുമുളക്, പൈനാപ്പിൾ, ഏലം തുടങ്ങിയവയാണ് വിജയകരമായി ചെയ്തിരിക്കുന്ന ടിഷ്യൂ കൾച്ചർ പ്രോസസ്സുകൾ. നെക്സ്റ്റ് ആയിരുന്നു സംയോജിത കൃഷി. ഒന്നിലധികം കാർഷിക മേഖലകളെ ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ് സംയോജിത കൃഷി എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ താറാവ് വളർത്തൽ, മത്സ്യകൃഷി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് രണ്ടിനും വെള്ളം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് കൃഷിയും കന്നുകാലി വളർത്തലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നു. അടുത്ത പിസി കൾച്ചർ. ചില കൾച്ചറിലേക്ക് കയറി വരാം. പ്രകൃതിദത്ത ജാലങ്ങളിലും കൃത്രിമ തടാകങ്ങളിലും ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിയാണ് ഫിസിക്കൾച്ചർ എന്ന് പറയപ്പെടുന്നത്. ഒന്നുമില്ല, നമ്മൾ മീൻ വളർത്തുന്നതിന് ഫിസിക്കൾച്ചർ എന്ന് പറയപ്പെടുന്നു. അതിൽ ഭക്ഷ്യാവശ്യം വളർത്തുന്നതാണ് കരിമീൻ, രോഹു, കട്ല. അലങ്കാരമാണെങ്കിൽ ഗോൾഡ് ഫിഷ്, ഗപ്പി തുടങ്ങിയ ഒരുപാട് ഗൗരാമിയൊക്കെ ഉണ്ട്. ചെമ്മീൻ ഇനങ്ങളാണ് നാടനും കാര എന്നൊക്കെ വിളിക്കുന്നത്. ഇനി സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സെറികൾച്ചർ എന്ന് പറയപ്പെടുന്നത്. മൾബറി, ടെസർ, മുഗ തുടങ്ങിയ പ്രധാനപ്പെട്ട സെറികൾച്ചറിന് ഉപയോഗിക്കുന്ന പട്ടുനൂൽ ഇനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്ത എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയമായി ഉണ്ടാകുന്ന തേനീച്ച വളർത്തൽ കൃഷിയാണ് എപ്പികൾച്ചർ എന്ന് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും കോലൻ, മെല്ലിഫറ, ഞൊടിയൻ തുടങ്ങിയാണ് എപ്പികൾച്ചറുകൾ നമ്മൾ നിർമ്മിക്കുന്നത്. ഇനി സസ്യങ്ങൾ ബാധിക്കുന്ന ചില രോഗങ്ങളിലേക്ക് കയറി വരാം. ഒന്ന് ബാക്ടീരിയയാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ്, അതിലൊന്ന് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ബ്ലൈറ്റ്, അതുപോലെ തന്നെ വാട്ടരോഗം എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ഈ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട രോഗമാണ്. അപ്പോൾ നെൽച്ചെടിയിലെ ബ്ലൈറ്റ്, അതുപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗമൊക്കെ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട സസ്യരോഗമാണ്. അടുത്തത് വൈറസ് വകകൾ. പയർ, മരച്ചീനി എന്നിവയിൽ കാണപ്പെടുന്ന മൊസൈക്ക് രോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വാഴയിൽ കുറുനാമ്പ് രോഗമൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വൈറസ് രോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി ഫംഗസ് രോഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ
ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീലൊക്കെ ഫംഗൽ ഡിസീസസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ പേര് തന്നിട്ട് അത് ഏത് രോഗകാരിയാണ് കാരണം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മൊസൈക്ക് രോഗം തന്നിട്ട് അത് ഏത് രോഗകാരിയാണ് പരത്തുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തെങ്ങുമായി ബന്ധപ്പെട്ട് കൂമ്പുചീല തന്നിട്ട് ഏത് രോഗകാരിയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളൂ. ദെൻ അടുത്തത് ഇൻഡോജീനിയസ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ്. ചില പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റീസ് ഉള്ള ആനിമൽസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നായിരുന്നു പശു. പശുവിൻ്റെ ഒന്ന് വെച്ചൂരുണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ഉള്ള പശുവാണ്. ആടാണെങ്കിൽ മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്, അതുപോലെ തന്നെ നമുക്ക് ജമുന പ്യാരി എന്നൊക്കെ പറയാം. പശു അതിന് പറയുന്നുണ്ട്, അടുത്തും പശുവിന് പറയുന്നുണ്ട് ജേഴ്സി, ഹോൾസ്റ്റീൽ ഫ്രീഷർ പറയപ്പെടുന്നുണ്ട്, വെച്ചൂര് പറയുന്നുണ്ട്. എരുമയാണെങ്കിൽ മുറ, നിലിരവി, ബദാവരി പറയുന്നുണ്ട്. ആടാണെങ്കിൽ തലശ്ശേരി, ജമുന പ്യാരി, ബൊയാൽ പറയുന്നുണ്ട്. കോഴിയാണെങ്കിൽ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവാണെങ്കിൽ മസ്കവി, ചാര, ചെമ്പ. കാടയാണെങ്കിൽ ജാപ്പനീസ് ഉണ്ട്, ബോം വൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ തന്നാൽ ആ വെറൈറ്റി ഏതാണെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്തത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്ര രീതിയാണ് വർഗീകരണം അഥവാ ടാക്സോണമി എന്ന് പറയപ്പെടുന്നത്. അതിന് പറയുന്നു ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്ര രീതിയാണ് വർഗീകരണം അഥവാ ടാക്സോണമി എന്ന് പറയപ്പെടുന്നത്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് കോൾ ലിനേയസ്. ജീവികളെ തിരിച്ചറിഞ്ഞ് പേര് കൊടുക്കുക. നമുക്ക് റിഫൈ ആനിമൽ കിങ്ഡം ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ജീവികളെ ചുവന്ന രക്തമുള്ളതും അല്ലാത്തവ എന്ന് തരംതിരിച്ച പുള്ളിയാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചുവന്ന രക്തമുള്ളതും അല്ലാത്തവ എന്ന് തരംതിരിച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഇനി സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ച വ്യക്തിയാണ് തിയോഫ്രാക്ടസ്. ഒരു വർഷം കൊണ്ട് പൂക്കുന്നവ, 2 വർഷം കൊണ്ട് പൂക്കുന്നവ, ദെൻ വർഷങ്ങളോളം പൂക്കുന്നവ. ഇന്ന് തിയോഫ്രാക്ടസ് ആണ്. ചരക സംഹിത കൊണ്ടുവന്നത് ചരകനാണ്. അടുത്തത് ഹിസ്റ്റേലിയ ജനറലിസ് പ്ലാന്റം എന്ന സ്പീഷ്യസ് എന്ന ഗ്രന്ഥം എഴുതിയത് അല്ലെങ്കിൽ ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡ്രേ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതായത് സ്പീഷ്യസ് എന്ന പദം കൊണ്ടുവന്നത് ജോൺ ഡ്രേ ആണ്. ഹിസ്റ്റേറിയ ജനറലിസ് പ്ലാന്റം എന്ന ബുക്ക് എഴുതിയതും സ്പീഷ്യസ് എന്ന പദം കൊണ്ടുവന്നതും ജോൺ ഡ്രേ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി നമുക്ക് നമ്മുടെ വിറ്റാക്കറിൻ്റെ 5 ആനിമൽ കിങ്ഡം ജീവികളെ 5 തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ നോക്കാം. ഒന്ന് 5 ആനിമൽ കിങ്ഡത്തിൽ ഒന്നായിരുന്നു റോബർട്ട് എച്ച് വിറ്റാക്കർ തരംതിരിച്ചിരിക്കുന്ന കിങ്ഡം. ഒന്ന് മൊണീറ. അതിൽ ഉൾപ്പെടുന്നത് ബാക്ടീരിയയാണ്. പ്രത്യേകം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഇല്ലാത്തവയാണ്. രണ്ടാമത്തെ പ്രൊട്ടിസ്റ്റയാണ് അമീബ. ന്യൂക്ലിയസോട് കൂടിയാണ് ഏക കോശജീവികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രൊട്ടിസ്റ്റിയാണ്. അടുത്ത ഫംഗേസ് ആണ്. അതിൻ്റെ കുമിളുകൾ എന്ന് വിളിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളെയാണ് ഫംഗേ എന്ന് പറയപ്പെടുന്നത്. ആളുകൾ ഉണ്ടാവും, അത് ഏകകോശ ജീവിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കുമിളുകൾ മീൻസ് നമ്മുടെ ഈ കൂണുകളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഫംഗേസ് എക്സാമ്പിളാണ്. അടുത്തത് പ്ലാന്റെയാണ്, സസ്യങ്ങളാണ്. സ്വപോഷികളും സഞ്ചാരശേഷിയുമില്ല, പക്ഷേ ബഹുകോശ ജീവികളെയാണ് പ്രധാനമാണ് പ്ലാന്റ് എന്ന് പറയപ്പെടുന്നത്. ദെൻ അനിമലിയ ജന്തുക്കളാണ്, പരപോഷികളാണ്, സഞ്ചാരശേഷിയുണ്ട്, ബഹുകോശ ജീവികളാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗെ, അനിമലിയ, പ്ലാന്റിയ എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ. അടുത്ത കാൾ വിനസ് പിന്നീട് മൊണീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിവ, ബാക്ടീരിയ എന്നിങ്ങനെ 2 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചു. അതായത് നമ്മുടെ ഈ പറഞ്ഞ വിറ്റാക്കർ വീണ്ടും 2 നമ്മൾ ആദ്യം പറഞ്ഞ മൊണീറയെ 2 തരംതിരിച്ചു. ഒന്ന് ആർക്കിവ, 2 ബാക്ടീരിയ എന്നിങ്ങനെ 2 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചു. ഇതിൽ തന്നെ മുകളിലായി ഇതിൻ്റെ മുകളിലായിട്ട് കിങ്ഡങ്ങളുടെ മുകളിലായിട്ട് ഡൊമൈൻ എന്നൊരു വർഗത്തെ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്നുകൂടിയും പറയപ്പെടുന്നുണ്ട്. ഇനി ദ്വിനാമ പദ്ധതി നമുക്ക് നോക്കാം. കോൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷ്യസിനെയും കുറിക്കുന്നു എന്നാണ് ദ്വിനാമ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ശാസ്ത്രീയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആനയ്ക്കാണ് എലിഫസ് മാക്സിമസ് എന്നും, മയിലിന് പാവോ ക്രിസ്റ്റാറ്റസ് എന്നും, നായയ്ക്ക് ക്യാമിസ് ഫെമിലിയാറസ് എന്നും, പൂച്ചയ്ക്ക് ഫെലിസ് ഡൊമാസ്റ്റിക്ക എന്നും. അപ്പോൾ തെങ്ങിൻ്റെ ആണെങ്കിൽ കൊക്കോസ് ന്യൂസിഫറ, മാവാണെങ്കിൽ മാൻജിഫറ ഇൻഡിക്ക, കൊന്നയാണെങ്കിൽ കാഷിയ ഫിസ്റ്റുല, പശുവാണെങ്കിൽ ബോസ്റ്റോറസ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ശാസ്ത്രീയ നാമങ്ങളും ചില ജീവികളുടെ പേരുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട ശാസ്ത്രീയ നാമങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു അഗ്രികൾച്ചർ സെക്ഷൻ ഇതിലൂടെ തീർക്കുന്നു. ഇതിലെങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നത്, അതിങ്ങനെ നിങ്ങൾക്ക് കാര്യം ചില ഒരുമിച്ച് കേട്ട് അത് ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇത് പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഈ പറഞ്ഞ ശാസ്ത്രനാമങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കാം. അപ്പോൾ തൽക്കാലം ഇതോടുകൂടി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ തൽക്കാലം നിർത്തുന്നു. നന്ദി.